അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ ആരാണ് പറഞ്ഞത് പ്രതിഫലമില്ലെന്ന്? ആരാ പറഞ്ഞത്? തങ്ങളെ നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അല്ലാഹു തരുന്ന പ്രതിഫലം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്നിവിടെ ഇരുന്നു കൊണ്ട് അൽഹംദുലില്ലാ പറയാൻ പഠിച്ചല്ലോ. ഇത് നിലനിർത്തുവാപ്പാ, ഇത് നിലനിർത്തു തങ്ങളെ. അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അല്ലാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ ഭയം നഷ്ടപ്പെടുകയാണ്, നിന്റെ പേടി പോകുന്നത്. നിനക്കെല്ലാവരെയും പേടിയാ, നിനക്കെല്ലാവരെയും പേടിയാ. എങ്കിലും നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ എല്ലാവരെയും പേടിക്കുന്ന സ്വഭാവം അങ്ങ് പോവുകയാണ്. നിനക്കൊരാളെയേ പേടിയുള്ളൂ. ഈ ലോകത്ത് നീ ഒരാളെ ഭയപ്പെടുന്നുള്ളൂ. അത് ആരെയെന്നറിയുമോ? ഈ ലോകത്തിന്റെ അധിപനായ, ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ച റബ്ബിനെ മാത്രമേ നീ ഭയപ്പെടുത്തുള്ളൂ. വേറെ ആരെയും നിനക്ക് പേടിയില്ല. ഈ ലോകത്ത് ഒരു മഖ്ലൂഖിനെയും നിനക്ക് പേടിയില്ല. അല്ലാഹനെ മാത്രം നീ ഭയപ്പെടുകയാണ്. നിനക്ക് അല്ലാഹു ധൈര്യം തരികയാണ്. നിന്റെ ഈമാൻ അല്ലാഹു ഉറപ്പിക്കുകയാണ്. നിന്റെ ഈമാൻ അല്ലാഹു ഉറപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ ഈമാൻ ഉറയ്ക്കുന്ന ചെറുപ്പക്കാരാ, പടച്ചവനെ ഔലിയാക്കന്മാരുടെ ഖബർ സിയാറത്തിന് പോകുമ്പോ, മഖാമുകളിൽ കടന്നു ചെല്ലുമ്പോ എഴുതി വച്ചിരിക്കുന്ന ഒരായത്ത് കാണാ, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവരാരാണെന്നറിയുമോ? നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചവരാണ്. ഒരു കറാഹത്ത് പോലും ചെയ്യാത്തവർ. അവരുടെ ഗുണമാ അവർക്ക് അല്ലാഹനെയല്ലാതെ ആരെയും പേടിയില്ല. പടച്ചവനെ വല്ലാത്ത ഒരു ധൈര്യം അല്ലാഹു തരികയാണ്. നബി തങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കൂ. 1400 കൊല്ലം മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന നബി ഇബ്നു ആമിർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാർ നബി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നവനാണ്. ഈ നബി ഇബ്നു ആമിർ എന്ന് പറയുന്ന ചെറുപ്പക്കാർ അല്ലാഹുവേ, യൂറോപ്പിന്റെ ഭരണാധികാരികൾ വിരുന്നിന് വിളിക്കുകയാ. യൂറോപ്പിന്റെ ഭരണാധികാരികളുടെ കൊട്ടാരത്തിനകത്ത് കടന്നു പോവുകയാണ്. നബി ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു. എല്ലാ രാജ്യത്ത് നിന്ന് നേതാക്കന്മാര് വന്നിട്ടുണ്ട്. കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു, കഴിക്കാൻ ഭക്ഷണം എടുത്തു വെച്ചു. എല്ലാവരും കഴിക്കാനിരുന്നു. ആമിർതങ്ങൾ കൈകഴുകി ഭക്ഷണ തലികയുടെ മുമ്പിൽ വന്നു. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവിടെ ഇരുന്നു കൊണ്ട് പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മി പറഞ്ഞുകൊണ്ട് കഴിക്കാൻ തുടങ്ങുകയാണ്. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. ആമിർ അവിടുന്ന് ബിസ്മി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരൽപ്പം ഭക്ഷണം താഴെ വീഴുകയാണ്. ഒരൽപ്പം ഭക്ഷണം താഴെ വീഴുകയാണ്. ആമിർ തങ്ങൾ എന്ത് ചെയ്തെന്നറിയുമോ? ഇരിക്കുന്നത് രാജാക്കന്മാരുടെ നടുവിലാ, വലിയ വലിയ നേതാക്കന്മാരുടെ കൂടെയാണ്. എല്ലാവരും നോക്കുമ്പോ ആമിർ തങ്ങൾ താഴെ വീണ ഭക്ഷണം വാരുകയാണ്. താഴെ വീണ ഭക്ഷണം വാരുകയാണ്. എന്നിട്ടത് പാത്രത്തിനകത്തിട്ടിട്ട് വാരി കഴിക്കുമ്പോ അതാ രാജാവ് പറയുകയാ, എന്തിനാടാ എച്ചില് വാരി തിന്നുന്നത്? വേസ്റ്റ് വാരി തിന്നുന്നത് എന്തിനാ? ദാരിദ്ര്യമൊക്കെ മുഹമ്മദിന്റെ നാട്ടിലാ. നീ പാത്രത്തിലിരിക്കുന്നത് വാരി തിന്ന്, എച്ചില് വാരി തിന്നുന്നത് എന്തിനാണ്? കളിയാക്കുകയാണ്, പരിഹസിക്കുകയാ, പരിഹസിക്കുകയാ. ആമിർ തങ്ങൾ എന്ത് ചെയ്തെന്നറിയുമോ? ഭരണാധികാരിയുടെ കൊട്ടാരത്തിന്റെ നടുവിലാണ്. ആമിർ തങ്ങൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എടാ പമ്പര വിട്ടികളെ,
നിനക്കൊക്കെ വേണ്ടി എന്റെ റസൂലുള്ളാന്റെ സുന്നത്ത് കളയാരോ? നിബിധങ്ങളാ പഠിപ്പിച്ചത് താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കാൻ. നീയൊക്കെ എന്ത് വിചാരിച്ചാലും എനിക്കൊന്നുമില്ലടാ, എനിക്ക് വലുതെന്റെ നബിതങ്ങളുടെ സുന്നത്താ. ഒരു പേടിയുമില്ലാതെ പറഞ്ഞടോ. ഭരണാധികാരിയുടെ മുഖത്ത് നോക്കിയിട്ട് പറയാനുള്ള ആ ചങ്കൂറ്റം എവിടെ നിന്ന് കിട്ടിയതെന്നറിയുമോ? നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചപ്പോഴാ. അതല്ല കൊടുക്കുന്ന ഒരു ധൈര്യമാണ്. പടച്ചവനെ, മദ്രസയിലെ കുട്ടികൾ വാഴ് പറയുമ്പോ നബിതങ്ങളുടെ സ്വഹാബത്തിന്റെ ചരിത്രം പറയുമല്ലോ. 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ ചരിത്രം ദാർഘ്യമെന്ന് വിശേഷിപ്പിക്കുന്ന ഇരുണ്ട യുഗത്തിലെ സ്വഹാബത്ത്. പടച്ചവനെ, ജീവനോടെ പെൺകുട്ടിയെ കുടിച്ചു മൂടിയ സമുദായം, കള്ളും പെണ്ണുമായി ജീവിച്ചവർ. അതാ ഒട്ടകം മഞ്ഞവന്റെ പറമ്പിൽ കയറി പുല്ല് തിന്നതിന്റെ പേരിൽ പതിറ്റാണ്ടുകളോളം യുദ്ധം ചെയ്തവർ. അങ്ങനെ ആ നെറികെട്ട ജീവിതം നയിച്ചിരുന്ന ആ സമുദായത്തിന് അല്ലാഹുവിന്റെ റസൂല് കടന്നു വന്നു. ആ നബിതങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിച്ചപ്പോ അവരാരായെന്നറിയുമോ? അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വറളു അൻഹും റളിയല്ലാഹു അൻഹും വറളു അൻഹും. പടച്ചവനെ, ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ മഹത്വമുള്ള ജനത സ്വഹാബത്താ. എന്തുകൊണ്ടെന്നറിയുമോ? അവര് നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചപ്പോ അല്ലാഹുവേ, അവർക്ക് സ്ഥാനമുണ്ടായോ, അവർക്ക് നിലയുണ്ടായോ, അവർക്ക് വിലയുണ്ടായോ? പക്ഷേ ഇന്നീ സമുദായത്തിന് വിലയുണ്ടോ? മുസ്ലിമിന് വിലയില്ലടോ. പടച്ചവനെ, വരുന്നവനും പോകുന്നവനും തട്ടാനുള്ള പന്തായി മുസ്ലിം മാറിയല്ലോ. ആർക്ക് വേണമെങ്കിലും എന്തും പറയാ, ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. തല്ലിയാലും കൊന്നാലും ചോദിക്കാൻ ആളില്ല. എന്റെ പ്രിയപ്പെട്ടവര്, ഈ സമുദായത്തിന് ഇന്ന് വിലയില്ലാതെ പോയല്ലോ. കാരണമെന്താ? അല്ലാഹുവിനെ പേടിയില്ല, അല്ലാഹുവിനെ പേടിയില്ല. പടച്ചവനെ, സൃഷ്ടികളെ നമുക്ക് വല്ലാത്ത പേടിയാ. പടച്ചവനെ, നമുക്ക് പലരെയും വല്ലാത്ത പേടിയാണ്. ശത്രുക്കളെ വല്ലാത്ത പേടിയാണ്. പടച്ചവനെ, ഏക സിവിൽ കോഡ് വരുന്ന ഉസ്താദേ എന്ത് ചെയ്യും? NRC നടപ്പാക്കിയാൽ എന്ത് ചെയ്യും? പടച്ചവനെ, പേടിയാടോ? എനിക്കും നിങ്ങൾക്കും പേടിയാണ്. ഉസ്താദേ, ഏക സിവിൽ കോഡ് നടപ്പാക്കിയാൽ നമ്മുടെ പേടി എന്താ? നമുക്ക് അല്ലാഹുവിനെ ഒന്നും പേടിയില്ല. ഉസ്താദേ, ഏക സിവിൽ കോഡ് വന്നാൽ എന്ത് ചെയ്യും? പൗരത്വ ബില്ല് വന്നാൽ എന്ത് ചെയ്യും? പോകണ്ട പറഞ്ഞാൽ പോണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ നിയമങ്ങളൊക്കെ പാസ്സാക്കി എന്ത് ചെയ്യും? അനുഭവിക്കാനുള്ളത് അനുഭവിക്കണം. നീ പിന്നെന്താ വിചാരിച്ച ഊട്ടി കയറി പോകുന്ന പോലെ പോകാൻ പറ്റൂന്ന? അല്ലാഹു ചോദിക്കുകയാ, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന വലമ്മാ യതികും മസലുൽ ലദീന ഖലൂ മിൻ. നീ എന്താ വിചാരിച്ച സ്വർഗ്ഗത്തിൽ ഓസിന് പോകാൻ പറ്റൂന്ന്? ഓസിന് കയറി പോകാൻ പറ്റുന്ന സ്ഥലമല്ല സ്വർഗം. അവിടെ പോകണമെങ്കിൽ ഇത്തിരി പ്രയാസവും ബുദ്ധിമുട്ടുമുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ വല്ലവനെയും പേടിച്ചിട്ട് നിനക്കെന്ത് കിട്ടാനാ? നമുക്ക് പയ്യം അല്ലാഹുവിനൊന്നും പേടിയില്ല. നമുക്ക് ഭരണാധികാരികളെ പേടി. പടച്ചോനെ, ഉസ്താദേ എന്ത് ചെയ്യും? ഉസ്താദ് എന്ത് ചെയ്യും? ഉസ്താദ് എന്ത് ചെയ്യാനാ? വരാനുള്ളത് വരും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പേടിയാ സഹോദര നമുക്ക്. നമ്മൾ വലിപ്പം കണ്ടിട്ടാ പേടിക്കുക. നമ്മൾ ന്യൂനപക്ഷമല്ലേ ഉസ്താദ്? എന്ത് ചെയ്യും ഉസ്താദ്? നമ്മൾ ന്യൂനപക്ഷമല്ലേ? നമുക്ക് അധികാരമില്ല. ആർക്ക് വേണോടാ ചങ്ങാതി അധികാരം? ആർക്ക് വേണം അധികാരം? എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാ ഇങ്ങനെ പേടിച്ച് ജീവിക്കണം? എന്തിനാ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നോക്കാത്തത് എന്താ? അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കാത്തത് എന്താ? എടോ, ഇന്ന് വരെ ന്യൂനപക്ഷമല്ലേ ജയിച്ചിട്ടുള്ളൂ? ഭൂരിപക്ഷം എവിടെങ്കിലും ജയിച്ചിട്ടുണ്ടോ? ലോകത്ത് എത്ര യുദ്ധം നടന്നു? എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് എത്രയോ യുദ്ധം നടന്നല്ലോ. ബദറും മുഹദും ഹന്തക്കും ഖൈബറും തബൂക്കുമെല്ലാം എത്ര യുദ്ധം നടന്നു? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബദർ ദിനം വരുമല്ലോ. മജ്ലിസിന്നൂറൊക്കെ പാരായണ്. മജ്ലിസിന്നൂറിന്റെ വാർഷികം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 313 സഹാബത്ത് ഒട്ടിയ വയറ്, തുരുമ്പിച്ച പരിച, കൊടിയാറായ വാള്. 313 സഹാബത്ത് ഇപ്പുറം നിൽക്കുമ്പോ അപ്പുറത്ത് ഒട്ടകത്തെ ചുട്ട് കള്ളും കുടിച്ച് ഗാനമേള നടക്ക ശത്രുക്കളുടെ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 313 സ്വഹാബത്ത് ബദറിന്റെ രണാങ്കണത്തിൽ പോയി. ആരാ വാപ്പ ജയിച്ചേ? ആരാ ജയിച്ചേ? നബിതങ്ങളുടെ മുമ്പിൽ ഒരു സഹാബി വന്നിട്ട് പറഞ്ഞു, നബിയെ, എന്റെ കയ്യിൽ വാളുമില്ല, പരിചയമില്ല, കുന്തോ ഇല്ല, യുദ്ധത്തിന് വന്നതാ. ബദറിന്റെ രണാങ്കണത്തിലേക്ക് യുദ്ധത്തിന് പോകുന്ന സഹാബി പറയുന്നു, എന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന്. താഴെ കടന്ന ഈന്തപ്പന മരത്തിന്റെ മടലെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, പോയി യുദ്ധം ചെയ്യാൻ. പോയി ചെയ്തടാ ചങ്ങാതി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നീ എന്താ വിചാരിച്ചത്? നിങ്ങൾ എന്താ വിചാരിച്ചത്? ആറ്റം ബോംബ് വേണോ? നമുക്ക് ആയുധവും അധികാരമൊന്നും വേണ്ട ചങ്ങാതി. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയോ? അറിയുമായിരുന്നെങ്കിൽ ഒരു കമ്പം കൊണ്ട് ഇങ്ങോട്ട് നടക്കടാന്ന് പറഞ്ഞവനെ ഒറ്റ ഒരെണ്ണം കൊടുക്കത്തില്ലേ? ആനയ്ക്ക് ആനയുടെ വലുപ്പം അറിയില്ല, മുസ്ലിമിന് മുസ്ലിമിന്റെ വലുപ്പം അറിയില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞു തരട്ടെ മുസ്ലിം ആരാണെന്ന്. മഹാനായ നബിയന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകാൻ തീരുമാനിച്ചു. ഇബ്ലീസ് പോയിട്ട് പറഞ്ഞു കൊടുത്തു, നാട് വിടാൻ പോകുന്നുണ്ട് മുഹമ്മദ്, കൊല്ലണമെങ്കിൽ ഇന്ന് രാത്രി തന്നെ കൊന്നോണം, ഇനി കിട്ടൂല. എല്ലാത്തിനെയും വിളിച്ചുകൂട്ടി ഓരോ ഗോത്രങ്ങളിൽ ചെന്ന് യോദ്ധാക്കളെ തെരഞ്ഞെടുത്തു. ആരും എതിര് നിൽക്കരുത് കൊന്നതിന്റെ പേരിൽ. എല്ലാവരെയും ശത്രുക്കളെ മുഴുവനും വിളിച്ചുകൂട്ടി ആയുധമുള്ള നല്ല നല്ല യോദ്ധാക്കളെ തെരഞ്ഞെടുത്തു. എന്നിട്ട് നബി തങ്ങളുടെ വീട് വളഞ്ഞു നിന്നു. ഇറങ്ങിയ കൊന്നേക്കണം, കൊല്ലുന്നവന് സമ്മാനം പ്രഖ്യാപിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കറിയാം വീട് വളഞ്ഞിട്ടുണ്ടെന്ന്. നബി തങ്ങൾ വീട്ടിനകത്ത് നിന്ന് യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുമ്പോൾ അലിയാര് തങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു, അലിയെ, ഞാൻ കിടന്ന സ്ഥലത്ത് നീ കടക്കുമെന്ന് ചോദിച്ചു. അലിയാര് തങ്ങളോട് ചോദിക്കാൻ, ഞാൻ കടന്ന സ്ഥലത്ത് നീ കടക്കുവോ? എനിക്ക് എന്നാ പേടി നബിയെ. ആ ചങ്ങാതിയുടെ ധൈര്യം ഒന്ന് ചിന്തിക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എനിക്ക് എന്നാ പേടി നബിയെ, ഞാൻ കിടക്കാൻ നബി. അബൂബക്കർ അവിടുന്ന് അലി ഇബ്നു അബീ താലിബ് തങ്ങൾ കിടക്കാൻ തയ്യാറായി. നബി തങ്ങൾ വാതിൽ തുറന്ന് ഇറങ്ങുന്നതിന് മുമ്പ് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞു കൊടുത്തു, ഒരു പിടി മണ്ണ് വാരണം, ഒരു പിടി മണ്ണ് വാരണം. എന്നിട്ട് നമ്മൾ യാസീനിൽ ഒരു ആയത്ത് ഓതും, വജഅൽനാ മിൻ ബൈനി ഓതടോ, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ. പരിശുദ്ധമായ ഖുർആനിലെ ഈ ആയത്ത് ഓതാൻ പറയുകയാണ്. ഈ ആയത്ത് ഓതിയിട്ട് ഒരു പിടി മണ്ണ് വാരിയിട്ടതിലൂതണം നബിയേ. എന്നിട്ട് അവരുടെ കണ്ണിന്റെ മുമ്പിലൂടെ ഇറങ്ങി പോകണം. അള്ളാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, നബി തങ്ങൾ ഒരു പിടി മണ്ണ് വാരി ഈ ആയത്തോതി വാതിൽ തുറന്നു. ഒരു പിടി മണ്ണ് വാരി 4 ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ശത്രുക്കളുടെ കണ്ണിന്റെ മുമ്പിലൂടെ ഇറങ്ങി പോവുകയാ. AK-47 പിടിച്ചിട്ടായിരുന്നില്ല, ബെൽറ്റ് ബോംബ് കെട്ടിയിട്ടായിരുന്നില്ല, മാജിക്ക് കാണിച്ച് ഓടിയതായിരുന്നില്ല. പിന്നെ എങ്ങനാ ചങ്ങാതി പോയത്? നിസ്കാരത്തടമ്പുള്ള അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന മുസ്ലിമിന് ആയുധം വേണ്ട. അവന്റെ കാൽ ചുവട്ടിൽ കിടക്കുന്ന ഒരു പിടി മണ്ണ് മതിയടോ. ഈമാനുള്ള ഒരു മനുഷ്യന് ഒരു പിടി മണ്ണ് മതി. അള്ളാന്റെ റസൂൽ അവിടുന്ന് ഇറങ്ങിപ്പോയല്ലോ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മടിത്തട്ടിൽ നബി തങ്ങളെ ഗുഹയ്ക്കകത്ത് കിടന്ന് ഉറങ്ങുമ്പോ അബൂബക്കർ തങ്ങളുടെ കൈകാലുകൾ വിറയ്ക്കുകയാ. നബി തങ്ങൾ ഞെട്ടി ഉണരുകയാ. എന്തേ അബൂബക്കറെ? പേടിച്ചിരിക്കുന്ന അബൂബക്കറിനോട് ചോദിക്കുകയാണ്, എന്ത് പറ്റി യാ റസൂലല്ലാഹ്? ശത്രു മുകളിലെത്തി നബിയേ. ഗുഹയുടെ മുകളിൽ ശത്രുക്കൾ നിൽക്കുകയാണ്. കയ്യിലിരിക്കുന്ന വാളിന്റെ വെളിച്ചം ഈ ഗുഹയ്ക്കകത്തടിക്കുന്നുണ്ട്. അവനൊന്ന് താഴേക്ക് നോക്കിയാ നമ്മളെ കാണുമല്ലോ, നമ്മളെ പിടിക്കുമല്ലോ, നമ്മളെ കൊല്ലുമല്ലോ. നബി തങ്ങൾ ചിരിക്കുകയാ, റസൂലുള്ള ചിരിക്കുകയാ. എന്തേ നബിയെ ചിരിക്കുന്നത്? അബൂബക്കറേ, നമ്മൾ 2 പേര് മാത്രമല്ല ഈ ഗുഹയ്ക്കകത്തുള്ളത്. ഇനി 3-മതൊരാളുണ്ട്. ഇനി 3
മൂന്നാമതൊരാളുണ്ട്. ആ മൂന്നാമത്തെ ആളാരെന്നറിയുമോ? ഈ മുകളിൽ നിൽക്കുന്നവനെ പടച്ച ഒരു അള്ളയുണ്ട് അബൂബക്കറേ. അവൻ താഴേക്ക് നോക്കണമെങ്കിൽ അവൻ തീരുമാനിച്ചാ പോരാ, അവനെ പടച്ച അള്ള തീരുമാനിക്കണം. എന്നെയും നിന്നെയും പടച്ച ലോകത്തിന്റെ അധിപനായ അല്ലാ മൂന്നാമതായിട്ട് നമ്മുടെ കൂടെയുണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. മുസ്ലിമേ, അല്ല നമ്മുടെ കൂടെ ഉണ്ടല്ലോ, എന്തിനാ പേടിക്കുന്നത്? അല്ല നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെയാ ഭയപ്പെടേണ്ടത്? ഈ അല്ല തന്നെയല്ലേ ശത്രുവിനെയും പടച്ചത്, നമ്മളെയും പടച്ചത് ഈ അല്ല തന്നെയാണല്ലോ. അത് ഈശ്വരനാണെങ്കിലും യേശുവാണെങ്കിലും അള്ളയാണെങ്കിലും ദൈവം ഒന്നല്ലേ ഉള്ള സഹോദരാ. എല്ലാവരെയും പടച്ച അള്ളയല്ലേ. വലിപ്പം കണ്ട് പേടിക്കണ്ട. അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തളീൽ വഅർസല അലൈഹിം ത്വയ്റൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ. ഓതുന്നവനല്ലേ അർത്ഥം വായിച്ചു നോക്കിയിട്ടുണ്ടോ മോനെ? അല്ല പറയുന്നത് എന്തെന്നറിയുമോ? അപ്രകത്ത് എന്ന് പറയുന്ന ഭരണാധികാരി ലോകത്തിലെ ഏറ്റവും വലിയ ജീവിയായ ആനയും കൊണ്ട് കഅബാലയം പൊളിക്കാൻ വരികയാ. ഏറ്റവും വലിയ ജീവിയായ ആനയുമായിട്ട് അപ്രകത്ത് കടന്നു വരുന്ന കഅബാലയം പൊളിക്കാ. എന്ത് സംഭവിച്ചതെന്നറിയുമോ? ഏറ്റവും ചെറിയ കിളിയായ കുരുവിയുണ്ടല്ലോ, ആ കുരുവിയെ കൊണ്ട് അല്ലാഹ് അവനെ തകർത്ത് കളഞ്ഞില്ലേ. പുല്ല് തിന്ന് വയറ് നിറച്ചു കഴിയുമ്പോ ആ മുമ്പിൽ കിടക്കുന്ന പുല്ല് പശുവ് ചവിട്ടി തേച്ച് കളയുന്നത് പോലെ അല്ലാഹു അപ്രകത്തിനെയും ആനപ്പടയെയും തകർത്ത് കളഞ്ഞെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അവിടുന്ന് ചരിത്രം പറഞ്ഞത് വെറുതെയല്ല, എനിക്കും നിങ്ങൾക്കും പഠിക്കാനാ. അതുകൊണ്ട് മുസ്ലിമിനോട് പറയുകയാ, നിനക്ക് രക്ഷപ്പെടണോ? അധികാരമല്ല വേണ്ടത്, ആൾബലമല്ല വേണ്ടത്. എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് ഐക്യമല്ല, ആളെക്കൂട്ടലല്ല. രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. നീ അല്ലാഹുവിനെ അനുസരിക്ക്, നിന്നെ പടച്ച അല്ലാഹുവിനെ അനുസരിക്ക്, നബിതങ്ങളുടെ സുന്നത്ത് മുറുകെ പിടിക്കൂ. അല്ലാഹു നിന്നെ സഹായിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹ് പറയുകയാ, അനുസരിക്ക് സഹോദരാ. യജമാനം പറയുന്നത് അടിമ കേൾക്കണമല്ലോ, നബിതങ്ങളുടെ ജീവിതം പിൻപറ്റണമല്ലോ, നേതാവ് പറഞ്ഞാൽ അണികൾ അനുസരിക്കണമല്ലോ. ഇത് ചെയ്യാതെ അധികാരം കിട്ടിയാലും ആളെ കൂട്ടിയാലും രക്ഷയില്ല സഹോദരാ. അല്ലാഹുവിന്റെ സഹായം കിട്ടൂല. അതുകൊണ്ട് വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, സുന്നത്ത് മുറുകെ പിടിച്ചോ, ഭയം പോകുകയാ. 2, നിന്റെ ശത്രുവിന്റെ ഹൃദയത്തിൽ അല്ലാഹു പേടി കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 2, നിന്റെ ശത്രുവിന്റെ ഹൃദയത്തിൽ അല്ലാഹു ഭയം കൊടുക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു നാട്ടിലേക്ക് പോകുന്നതിന് മാസം മുമ്പേ അവിടെ ഉള്ളവർക്ക് നബി തങ്ങളെ പേടിയായിരിക്കും. അല്ലാഹു അവരുടെ ഹൃദയത്തിൽ പേടി കൊടുക്കും. അല്ലെങ്കിൽ നമ്മളെ കൊന്നുകളയും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ഭയപ്പെടുത്തുന്നില്ലേ? ഇന്ന് കൊല്ലുന്നവനെ കൊന്നാ പോരെ, എന്തിനാ വീഡിയോ പിടിച്ചിടുന്നത്? പേടിപ്പിക്കാൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, കൊന്നുകളയും, നിന്നെയൊക്കെ കത്തിച്ചു കളയും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയത്തേ ഉള്ളടോ. പേടിയാടോ. അവർക്ക് ഭയമാ. ഒരുമിച്ച് നിന്ന് കൂലോ തക്ബീർ എന്ന് വിളിച്ച ഭയമാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു അവരുടെ ഹൃദയത്തിൽ ഭയം കൊടുക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. 3, നിനക്ക് തിന്നാനുള്ള ഭക്ഷണം അല്ലാഹു തരും. നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ നിനക്ക് കഴിക്കാനുള്ള ഭക്ഷണം. ജുബയും തൊപ്പിയിട്ടൊക്കെ നടന്നു. അൽഹംദുലില്ലാ. നമുക്ക് ഭക്ഷണത്തെ കുറിച്ച് പേടി വല്ലതും ഉണ്ടോ? ഇന്ന് എവിടെയോ കഴിച്ചു. ഇന്ന് ഒരു പാവപ്പെട്ട സഹോദരൻ്റെ അൽഹംദുലില്ലാ ഉസ്താദിന്റെ വീട്ടിലാണ് വന്ന് കഴിച്ചത്.
ഇൻഷാ അല്ലാഹ് നാളെ എവിടാന്ന് ഊതി കഴിയുമ്പോ ജനങ്ങളെല്ലാവരും ഖബറിനകത്ത് നിന്ന് എഴുന്നേക്കുകയാണ്. ഉടുതുണിയില്ല, ആണുങ്ങളും പെണ്ണുങ്ങളും നഗ്നരായിട്ട് എഴുന്നേക്കുകയാണ്. പട്ടിയുടെ കോലത്തിൽ വരുന്നവർ, പന്നിയുടെ കോലത്തിൽ കടന്നു വരുന്നവർ, കഴുതയുടെ രൂപത്തിൽ വരുന്നവർ, പേപ്പട്ടിയെ പോലെ നാക്ക് നീട്ടി വരുന്നവർ, മുഖത്തു മാംസമില്ലാത്തവർ, കുഷ്ഠരോഗികളെ പോലെ വരുന്നവർ, ഓരോ മനുഷ്യൻ ചെയ്ത പാപത്തിന്റെ കണക്കനുസരിച്ച് പല പല രൂപങ്ങളിൽ പരലോകത്ത് വരികയാ. ചെമ്പിന്റെ തറയാ, ചെമ്പിന്റെ തറയാ, ചെമ്പിന്റെ തറയിലാണ് നിൽക്കുന്നത്. അല്ലാഹുവേ, പത്തരതാ സഹോദരാ, 11 മണി കഴിഞ്ഞല്ലോ. ഇന്ന് വാദിന്റെ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാ, പടച്ചവനെ ശരീരം വിയർക്കുന്നില്ലോ. ഈ മഴ പെയ്യുന്ന സമയത്ത് പോലും എനിക്കും നിങ്ങൾക്കും ചൂടാണ്, വല്ലാത്ത പ്രയാസമാണ്. വിയർപ്പ് തുള്ളികൾ ശരീരത്തിലൂടെ ഒഴുകുമ്പോ വല്ലാതെ പ്രയാസപ്പെടുന്ന ഉമ്മ. 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന് സൂര്യൻ അസ്തമിച്ചു. 11 മണി കഴിഞ്ഞിട്ടും നിനക്ക് ചൂടെടുക്കുന്നു, നിന്റെ ശരീരം വിയർക്കുന്നു. എങ്കിലും നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ഈ 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിന്നിരുന്ന സൂര്യനുണ്ടല്ലോ, ഒരു ചാണു മുകളിലാ. അല്ലാഹു താഴേക്ക് ഇറക്കുകയാ, അല്ലാഹു താഴേക്ക് ഇറക്കുകയാ. എന്ത് ചൂടാ പെങ്ങളെ, ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂടാ. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാളാ. ക്ഷീണത്തിനാലൊന്നിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാ കോള. പഴയ വീട് കെട്ടുന്ന ചുമന്ന ഇഷ്ടിക കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് ഇഷ്ടികയുടെ നിറമ ചുമപ്പായത്? മോനെ, ചൂള കണ്ടിട്ടുണ്ടോ? പച്ചവിറകിട്ട് കത്തിച്ച് കത്തിച്ചതിന്റെ നിറം മാറ്റിയതാണ്. അതിന്റെ അടുക്ക നീ പോയിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, എന്തൊരു പ്രയാസമാ, എന്തൊരു ചൂടാ. എടാ ചെറുപ്പക്കാരാ, ചുമട് വലിച്ചു കൊണ്ടുപോകുന്ന കാളവണ്ടി കണ്ടിട്ടില്ലേ? ആ കാളയുടെ വായിലൂടെ പതയും നൊരയും ഇങ്ങനെ ഒഴുകുന്നത് കണ്ടിട്ടുണ്ടല്ലോ. എങ്കിലും നാളെ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ മനുഷ്യന്റെ വായിലൂടെ പതയും നൊരയും ഇങ്ങനെ വീഴുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അടുക്കളയിൽ നിന്ന് ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്ന് ചോറ് തിളച്ചു മറിയുകയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് തിളയ്ക്കുന്ന ഒരു ദിവസം വരാനുണ്ട്. യാ വൈലതാ, യാ ഹസ്റതാ, എന്റെ നാശമേ, എന്റെ നാശമേ എന്ന് നിലവിളിക്കുന്ന ദിവസമുണ്ടല്ലോ. പടച്ചവനെ, നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കെന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും അല്ലാഹുവിന്റെ ഭയാനകമായ നരകമുണ്ടല്ലോ, അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ. 70,000 ചങ്ങലകൾ വലിച്ചു കൊണ്ടുവന്ന് നരകത്തിനെ കെട്ടുകയാണ്. നരകത്തിന്റെ ഒരു ഭാഗത്ത് കെട്ടുകയാണ് 70,000 ചങ്ങല. മോനെ, ചങ്ങയിലെ കൊളുത്ത് കണ്ടിട്ടുണ്ടല്ലോ? അതാ ഒരു ചങ്ങലയിൽ കൊളുത്ത് കൊണ്ടാണ് ചങ്ങല ഉണ്ടാക്കുന്നത്. എങ്കിലും നരകത്ത് വലിച്ചു കൊണ്ടുവരുന്ന ആ ചങ്ങലയിലെ ഒരു കൊളുത്തിന്റെ വലുപ്പം ഈ കാണുന്ന ദുനിയാവിനെക്കാളും വലുതാ. അങ്ങനെയുള്ള കൊളുത്തുകൾ കൊണ്ടുണ്ടോ ഉണ്ടാക്കിയ 70,000 ചങ്ങല കൊണ്ടുവന്ന് നരകത്തെ കെട്ടിയിട്ട്
ഒരു ചങ്ങലയിൽ 70,000 മലക്കുകൾ സുബ്ഹാനല്ലാഹ് കരഞ്ഞു വിളിച്ചുകൊണ്ട് നരകത്തെ വലിച്ചു കൊണ്ടുവരുമ്പോ അല്ലാഹുവേ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി വസ്വാഹിബതിഹി വബനീഹി ഒരാളും തിരിഞ്ഞു നോക്കാത്ത ദിവസമുണ്ടല്ലോ. ഓടുകയാണ്, എല്ലാവരും ഓടുകയാണ്. ആദം നബിയുടെ മുമ്പിലേക്ക് ഓടുകയാണ്. വാപ്പാ, നിങ്ങളെയാണ് അല്ലാഹു പടച്ചത്. ആദ്യ മനുഷ്യനാണല്ലോ. അള്ളയല്ലേ നിങ്ങളെ പടച്ചത്. അള്ളയല്ലേ നിങ്ങൾക്ക് റൂഹൂദിയത്. നിങ്ങൾ സ്വർഗം കണ്ട മനുഷ്യനല്ലേ. വാപ്പാ സഹായിക്കണേ, നിങ്ങളെ വന്ന് സഹായിക്കണേ. എല്ലാവരും ആദം നബിയുടെ മുമ്പിൽ പോയി കരയുകയാണ്. ആദം നബി പറയുന്നു, എന്റെ കാര്യം തന്നെ കഷ്ടമാ മക്കളെ. അതാ 950 വർഷക്കാലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയെ കാണിക്കുകയാ. എല്ലാവരും അവിടെ ചെന്നു. നൂഹ് നബി ഇബ്രാഹിം നബിയെ കാണിക്കും, ഇബ്രാഹിം നബി മൂസാ നബിയെ കാണിക്കും, മൂസാ നബി ദാവൂദ് നബിയെ കാണിക്കും, ദാവൂദ് നബി യൂനുസ് നബിയെ കാണിക്കും. പടച്ചവനെ, ഓരോ പ്രവാചകന്മാരും കൈയൊടിഞ്ഞ് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിന്റെ ചാരത്ത് വരെ ചെന്നു. എല്ലാവരും നമ്മളെ കൈവിട്ടു. കാരണം നഫ്സി നഫ്സി, എല്ലാവർക്കും അവരുടെ കാര്യമാ, എല്ലാവർക്കും അവരുടെ കാര്യമാ. പടച്ചവനെ ആരാരും സഹായിക്കാനില്ലാതെ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് പേടിച്ചു വിറച്ചു നിൽക്കുമ്പോ നബിതങ്ങൾ തിരയുകയാണ്. ഈ വഅദ് കേൾക്കാമെന്ന നിങ്ങളിൽ ചിലരെ നബിതങ്ങൾ തിരയുകയാണ്. വാരാസിറാജേ, ആരെയാ തിരയുന്നതെന്നറിയുവോ? സുന്നതി ഹുർമത്തു അലൈഹി ശഫാഅതി. ദുനിയാവിൽ ജീവിക്കുമ്പോ നബിതങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചവനെ നബിതങ്ങളെ തിരയുകയാ. പടച്ച റബ്ബേ, ഈ വഅദ് പറയുന്ന മജ്‌ലിസിൽ നിങ്ങൾ ആരെയെങ്കിലും ഒരാളെ ഞാൻ പേര് വിളിച്ചിട്ട് ഈ സ്റ്റേജിൽ ഒടിഞ്ഞു കിടക്കുന്ന കസേരയിൽ കയറ്റിയിരുത്തിയാൽ എത്ര സന്തോഷമാ ചെറുപ്പക്കാരാ, എത്ര സന്തോഷമാ വാപ്പാ. ഇതില് കാര്യമില്ല വാപ്പാ. നബിതങ്ങൾ വിളിക്കുന്നത് എവിടെ വെച്ചാണെന്നറിയുമോ? ആദം നബി അലൈഹിസ്സലാം മുതൽ ഈസാ നബി വരെയുള്ള ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ, അവിടുത്തെ അനുചരന്മാർ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ ഭാര്യമാർ, അവിടുത്തെ മക്കള്, അവിടുത്തെ സ്വഹാബത്ത്, താബീങ്ങൾ, തബഉ താബീങ്ങൾ, ഇമാമുമാർ, ഔലിയാക്കന്മാർ, സയ്യിദന്മാർ, പണ്ഡിതന്മാർ, ഹാഫിളീങ്ങൾ, ആലിമീങ്ങൾ, ആബിദീങ്ങൾ, സ്വാലിഹീങ്ങൾ, നിന്റെ വാപ്പാ, നിന്റെ ഉമ്മ, നിന്റെ കൂടപ്പറപ്പ്, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ കൂട്ടുകാർ, നിന്റെ കുടുംബക്കാര്, നിന്റെ നാട്ടുകാർ, കോടാനി വരുന്ന ജനങ്ങൾ മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിൽക്കുമ്പോ നിബിതങ്ങൾ വിവിഐപിയെ പോലെ വിളിക്കുന്നു, ആയിഷ, എന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചവള്, എന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച ചെറുപ്പക്കാരാ. നിബിതങ്ങൾ പറയുന്നു, ഞാൻ കൊണ്ടുപോകാം നിന്നെ, ഞാൻ കൊണ്ടുപോകാം നിന്നെ. നിബിതങ്ങൾ മറക്കൂല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൈപിടിച്ച് സ്വർഗത്തിൽ പോകാൻ അല്ലാഹ് അവസരം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.